ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നിരവധി സംഭവവികാസങ്ങളുടെ ഒരു പരമ്പരയാണ്. അതിൽ നാം അറിഞ്ഞതും അറിയാത്തതുമായ പല സംഘർഷങ്ങളും സമാധാന സന്ധികളുമുണ്ട്. അത്തരം ചില സംഭവങ്ങൾ നമുക്ക് ഈ സീരീസിലൂടെ നോക്കാം. ഇത് പാർട്ടുകളായി വരുന്ന ഒരു വീഡിയോ സീരീസായിരിക്കും. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യത്തിലെ ഇന്ത്യൻ ശിപായിമാർ നടത്തിയ ആദ്യത്തെ കലാപമാണ് 1806 ജൂലൈ 10 തമിഴ്നാട്ടിലെ വെല്ലൂരിൽ നടന്ന വെല്ലൂർ കലാപം. വെല്ലൂർ കലാപത്തിൻ്റെ പ്രധാന കാരണം സൈനിക മേധാവിയായ ജോൺ ക്രോഡോക്ക് സൈനികർക്കിടയിൽ നടപ്പിലാക്കിയ വേഷപരിഷ്കരണമാണ്. വെല്ലൂർ കലാപം നടക്കുമ്പോൾ മദ്രാസ് ഗവർണർ വില്യം ബെൻറ്റിക്കായിരുന്നു. 4 കമ്പനി ബ്രിട്ടീഷ് പട്ടാളക്കാരും 3 കമ്പനി ഇന്ത്യൻ പട്ടാളക്കാരും ഉൾപ്പെടുന്ന 69-ാം റെജിമെൻറ്റിലെ ഇന്ത്യൻ പട്ടാളക്കാർ വെല്ലൂർ കോട്ടയിലെ തങ്ങളുടെ മേലധികാരികളെ ആക്രമിച്ചുകൊണ്ടാണ് കലാപത്തിന് തുടക്കമിട്ടത്. ഒരു ദിവസത്തോളം നീണ്ടുനിന്ന കലാപത്തിനൊടുവിൽ കോട്ടയുടെ സംരക്ഷണ മേധാവി കേണൽ ജോൺ ഫാൻകോട്ട് ഉൾപ്പെടെ 15ഓളം ഉദ്യോഗസ്ഥരും 125ഓളം ബ്രിട്ടീഷ് സൈനികരും കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇരുപക്ഷത്തുമായി 800-ലധികം പട്ടാളക്കാർ മരണമടയുകയും 600-ലധികം പട്ടാളക്കാർ തടവിലാക്കപ്പെടുകയും ചെയ്തു. കോട്ടയുടെ നിയന്ത്രണം ഇന്ത്യൻ സൈനികർ പിടിച്ചെടുത്തുവെങ്കിലും കൂടുതൽ സൈനികരെ ഉപയോഗിച്ച് ബ്രിട്ടീഷുകാർ വെല്ലൂർ കലാപം അടിച്ചമർത്തി. കലാപകാരികളായ 100-ലധികം ഇന്ത്യൻ സൈനികർക്ക് വധശിക്ഷ നൽകി. കലാപത്തിനു നേതൃത്വം നൽകിയ പ്രധാന സൈനികരെ പീരങ്കി ഉപയോഗിച്ച് ക്രൂരമായി കൊലപ്പെടുത്തി. ചില സൈനികർക്ക് ചാട്ടവാറടി ശിക്ഷ ലഭിച്ചു. ചിലരിൽ നിന്ന് ബലം പ്രയോഗിച്ച് മാപ്പപേക്ഷ എഴുതി വാങ്ങി. മറ്റു ചില ഉദ്യോഗസ്ഥരെ ഉദ്യോഗത്തിൽ നിന്ന് പിരിച്ചുവിട്ടു. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ധീരമായ ഒരു പോരാട്ടമായി വെല്ലൂർ കലാപത്തെ കണക്കാക്കുന്നു. ഈ കലാപം പിന്നീട് 1857 ശിപ്പായി ലഹള പോലുള്ള ചില സൈനിക കലാപങ്ങൾക്ക് പ്രചോദനം നൽകി.